ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇയാള് വലിയ ഹീറോ ആണല്ലേ. എന്നാ ഹീറോ നേരെ ചെന്ന് വണ്ടി കയറ്, നമുക്ക് വേഗം അങ്ങ് പോവാം. അമ്മേ, എന്തിന്? കാര്യം അറിഞ്ഞാലേ താൻ വരൂ. അതത്രേ ഉള്ളൂ. തന്റെ ലോറി ഇടിച്ച് ഒരാൾ മരിച്ച കാര്യം താൻ മറന്നുപോയോ? നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേടി? രാജലക്ഷ്മി അമ്മേ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങൾ വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനാണ്. അങ്ങനെ ഇവിടെ കയറി വന്ന കുഞ്ഞിനെ തരാൻ പറഞ്ഞാൽ തന്നുവിടോന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇവിടെ കയറി വന്ന് കുഞ്ഞിനെ ചോദിച്ചാലേ തന്നേ പറ്റൂ. നല്ല ശുദ്ധ മലയാളത്തില് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. കുഞ്ഞിന്റെ അച്ഛൻ, അതായത് കാർത്തിക്, ഓർമ്മയില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് കൈമാറണമെന്ന് കോടതി തീരുമാനിച്ചിട്ടുണ്ട്. കോർട്ട് ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞ അതേ കോടതി കുഞ്ഞിനെ തിരിച്ചു തരാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ എനിക്ക് വേണം. എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, മോളെ ഞാൻ തരില്ല. അവളെ ഞാൻ വളർത്തിക്കോളാം. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് വളർത്താനേ ആ കുഞ്ഞിന്റെ അമ്മ ചത്തുപോയിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെ ഉണ്ട്. നീ തന്നില്ലെങ്കിലും വാങ്ങിക്കാനേ മൈഥിലിക്കറിയാം. കോർട്ട് ഓർഡർ മറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ചെമ്പകമംഗലം എന്ന ഈ വീട്ടിലേക്ക് കയറി വരാൻ നിന്നോട് ആരാ പറഞ്ഞേ? കോടതി നിയമം ഓർഡറൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത്. ഇറങ്ങണി വെളിയില്. എടി, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. പേടിപ്പിക്കണ്ട, വന്നതുപോലെ തിരിച്ചു പോവാനും അറിയാം. എന്റെ കുഞ്ഞെവിടെ? ജഗദീഷേ, ഇവളെ പിടിച്ച് വെളിയിലാക്ക. ഇറങ്ങടി. ഓടി ഇറങ്ങി വരാൻ. ഇറങ്ങടി വീട്ടിൽ നിന്ന്. ഓടിച്ചു വിടവളെ. തന്നോടാ പറഞ്ഞു വിടാൻ. ഓടി ഇറങ്ങി വിടാൻ. കൊള്ളാലോ കലാപരിപാടി. മാഡം, ഞങ്ങൾ വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനാണ്. കോർട്ട് ഓർഡർ ഉണ്ട്. ഇവര് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാണ്. ആരാ? ഇയാളാണോ? അതെ. ഇയാള് വലിയ ഹീറോ ആണല്ലേ. എന്നാ ഹീറോ നേരെ ചെന്ന് വണ്ടി കയറ്, നമുക്ക് വേഗം അങ്ങ് പോവാം. അമ്മേ, എന്തിന്? കാര്യം അറിഞ്ഞാലേ താൻ വരൂ. അതത്രേ ഉള്ളൂ. തന്റെ ലോറി ഇടിച്ച് ഒരാൾ മരിച്ച കാര്യം താൻ മറന്നുപോയോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇനി ചെന്ന് വണ്ടി കയറ്, അതോ ഞാൻ പിടിച്ചു കയറ്റണോ?
ദയവായി എന്റെ മോനെ കൊണ്ടുപോകരുത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയല്ലേ അമ്മച്ചി തീരുമാനിക്കുന്നേ. ചെന്ന് കയറണം മിസ്റ്റർ ഒന്നുമില്ല പ്രവീൺ. ഒന്നുമില്ല ഒന്ന് നിന്നെ. താൻ കുറ്റമൊന്നും ചെയ്തില്ലെന്ന് തന്റെ അമ്മ കരഞ്ഞു പറഞ്ഞതല്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ. അമ്മേ, എന്താ ഇത്? ഇനി കൊണ്ടുപോയിക്കോ. അയ്യോ, മോനെ, മാഡം, മൈഥിലിയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് കോടതി തീരുമാനിച്ച കാര്യമല്ലേ. അതോ ചെമ്പകമംഗലത്തുകാർക്ക് കോടതിയിലെ നിയമത്തിലൊന്നും വിശ്വാസമില്ലേ? കോർട്ട് ഓർഡറുമായോ ഇവര് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഷോ ഇറക്കാതെ കുഞ്ഞിനെ കൊടുത്തേക്കണം. അതല്ല കോടതി ഉത്തരവ് മറികടന്ന് വാശി കാണിക്കാനാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വരും. നിന്നെയൊക്കെ എല്ലാത്തിനും എടുത്ത് അകത്തിടും. പ്രായഭേദമന്യേ എല്ലാരും വാങ്ങും എന്റെ കയ്യിൽ നിന്ന്. മൈഥിലി, കോടതി ഉത്തരവും കൊണ്ട് ഇവിടെ വന്നപ്പോ ഭീഷണിപ്പെടുത്തിയെന്നും ആ ജീപ്പിലിരിക്കുന്ന മഹാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും പറഞ്ഞ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നീ എനിക്ക് എഴുതി തരണം. അതും കൂടി പെടലിക്ക് കെട്ടിവെച്ചിട്ട് വേണം ലവന് കോടതിയിൽ ഹാജരാക്കാൻ.